ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ നല്ല മഴയാണ്. രണ്ടാഴ്ചയാവാറായി ദിവസവും മഴയാണ്. ഒരു വെയിൽ പോലും ഇല്ല. അപ്പോൾ വീട്ടിലെല്ലാവർക്കും പനിയാണ്. നന്ദുവിനും ദേവുട്ടിക്കും എനിക്കും ഏട്ടനും കുട്ടികൾക്കും എല്ലാവർക്കും പനിയാണ്. അപ്പോൾ ഞങ്ങളിതാ ഉരുക്ക് തടയണ കാണാൻ പോവാണ്. അപ്പോൾ കഴിഞ്ഞ പ്രളയത്തിൽ ഉരുക്ക് തടയണ പൊട്ടിയതാണ്. അപ്പോൾ അത് കുറച്ചൊക്കെ ശരിയാക്കിയിരുന്നു. അപ്പോൾ ഇക്കൊല്ലം അത് വീണ്ടും ശരിയാക്കി. പുഴ ഒരു ദിശ മാറിയിട്ടൊക്കെ ഒഴുകിയിരുന്നത്. അപ്പോൾ അവിടെയൊക്കെ കെട്ടി, പാടത്തിൻ്റെ അവിടെയൊക്കെ പിന്നെയും കെട്ടിയിട്ട് ശരിയാക്കിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ അത് പിന്നെയും പൊളിഞ്ഞ് പാടത്തു കൂടെ തന്നെ പുഴ ഒഴുകുക എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയർക്കാണ്. ഇത് നമ്മുടെ മാന്നന്നൂർ റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ റെയിലിൻ്റെ മുകളിൽ കൂടെ പാലം വന്നുകൊണ്ട് ഇപ്പോൾ സ്റ്റെപ്പ് കയറിയിട്ട് അതിൻ്റെ മുകളിലേക്ക് പോവുക. അല്ലെങ്കിൽ കുട്ടികളെയൊക്കെ വെച്ചിട്ട് നമ്മൾ റെയിലൊക്കെ ചാടിക്കളന്ന് വേണം കയറി പോവുക. അതുകൊണ്ട് ഒരു സൗകര്യമായി. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തി. അപ്പോൾ പുഴ കാണാൻ നല്ല ഭംഗിയാട്ടോ. പേടിയാവും കുട്ടികൾക്കൊക്കെ. ഒരു സൈഡ് ഇങ്ങോട്ട് മാറി വന്നിട്ടുണ്ട്. ഒരു നല്ല മഴ പെയ്യുകയാണെങ്കിൽ ശരിക്കും ഇങ്ങോട്ട് കയറും വെള്ളം. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണണം. നമ്മുടെ ചാനൽ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്കും കൂടി ഞാനിത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാമെന്നുള്ളതിൽ പോയത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പനിയാണ്. എന്നാലും സാരമില്ല, അവരെ കൊണ്ടൊന്ന് പുറത്ത്. ആ കാണാനാണ് തടയണ. അപ്പോൾ പൊട്ടിയത് നിങ്ങൾക്ക് തന്നെ വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഒരു ഭാഗം പൊട്ടിയിട്ട് പുഴ തിരിച്ച് പിന്നെ ആ പൊട്ടിയ ഭാഗത്തു കൂടെ തന്നെ ഒഴുകി പോവുകയാണ്. അപ്പോൾ അവിടെയൊക്കെ നല്ല കുണ്ടാവും. ഷട്ടറൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞത്. ഇപ്രാവശ്യം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഷട്ടർ പൊക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ടായിരുന്നു അത്രേ. അപ്പോൾ അപ്പോഴേക്ക് നല്ല വെള്ളം കൂടി. അത് മുഴുവനായിട്ടില്ല തോന്നുന്നു അതിൻ്റെ പണി. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, ഒരു 5 മിനിറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഏട്ടനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ട്രെയിനുകളൊക്കെ ഞങ്ങളവിടെ വന്ന് നിന്നപ്പോഴത്തേനും വരുന്നുണ്ട്. കുട്ടികളൊക്കെ കണ്ടതിൻ്റെ തുള്ളിച്ചാട്ടാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ നിന്നു. കുറച്ച് നേരം നിന്നിട്ടോ അവിടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം, സ്കിപ്പ് ചെയ്യാതെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാവണ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതെന്ന് വീണ്ടും പറയുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതെ അതെ ദേവുട്ടി മൂന്നാമത്തെ കുഞ്ഞിന്ന് മൂന്നാമത്തെ. അപ്പം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എനിക്കൊക്കെ ജലദോഷം കേട്ടോ. അതാണ് ഈ ചെറിയ കുട്ടികളെ പോലെ വലിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഞങ്ങളവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ദേവോട്ടൊക്കെ കുറച്ച് നേരം കൊണ്ട് നിന്നിട്ട് പോവാന്ന് അമ്മ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മഴ വരുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വൈകുന്നേരം ആയിട്ടാണ് പോയത്. ഒരു 5:30-6 മണി ആവാറായതുകൊണ്ടാണ് പോയത്. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വഴുകിട വരെ നിൽക്കായിരുന്നു. അപ്പം ഇനി നാളെ ദേവുട്ടിക്ക് സ്കൂളുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം പോയതാണ്. അല്ലെങ്കിൽ നാളെ ഇപ്പോൾ അവളില്ലാതെ പോയാൽ ഇനി അവൾ വന്ന് അംഗം വെട്ടും. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി. അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പുറത്തേക്ക് ഇറങ്ങുക, വണ്ടിയിൽ പോവുക എന്നുള്ളത് തന്നെ അതിന് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പോൾ ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ ഇത് അവസാനിക്കായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റുകളായിട്ട് അറിയിക്കണം. അപ്പോൾ ഓക്കെ, ബായ്.